ഹലോ എവറി വൺ, വെൽക്കം ബാക്ക് ടു വേൾഡ് ഓഫ് ലേണിംഗ്. ഈസി ഇംഗ്ലീഷിൻ്റെ 9ാമത്തെ ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത് ഷാല്, ഷുഡ് ഹാവ്, ഇതൊക്കെ ഏത് രീതിയിലാണ് നമ്മൾ ഇംഗ്ലീഷിലെ സെൻറ്റൻസിൽ ഉപയോഗിക്കേണ്ടത്, അതുപോലെ തന്നെ ഇവ ഉപയോഗിക്കുമ്പോൾ മലയാളം മീനിങ് എന്താണ് ആ ഇംഗ്ലീഷ് സെൻറ്റൻസിന് കിട്ടുക എന്നുള്ളതൊക്കെയാണ്. അപ്പം ഷാലും ഷുഡ് ഹാവും ഏത് രീതിയിലാണ് ഇംഗ്ലീഷിൽ ഉപയോഗിക്കേണ്ടതെന്ന് അറിയാൻ വേണ്ടിയിട്ട് ഈ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണുക. നിങ്ങൾക്ക് വീഡിയോ എന്തായാലും യൂസ്ഫുൾ ആയിരിക്കും. അപ്പം ഇംഗ്ലീഷ് പഠിക്കാൻ ആഗ്രഹിക്കുന്നവർക്കൊക്കെ ആയിട്ട് വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. നമുക്ക് ആദ്യം ഷാൽ ഉപയോഗിച്ചിട്ടുള്ള സെൻറ്റൻസുകൾ നോക്കാം. ഷാല് കോമൺ ആയിട്ട് വരുന്ന മീനിങ് എന്ന് പറയുന്നത് ചെയ്യാം എന്നുള്ള മീനിങ് ആണ്. യൂഷ്വലായിട്ട് ഷാൽ നമ്മൾ ഉപയോഗിക്കാറുള്ളത് ഐൻ്റെ കൂടെയും വി എന്നുള്ള പ്രൊണൗൺസിൻ്റെ കൂടെയാണ് നമ്മൾ ഷാല് കൂടുതലായിട്ടും ഉപയോഗിക്കാറുള്ളത്. സോ അത് മീനിങ് എങ്ങനെ വരും എന്നുള്ളത് സെൻറ്റൻസ് വൈസ് എക്സാമ്പിൾസ് നോക്കുമ്പോൾ നമുക്ക് ക്ലിയർ ആവും. നമുക്ക് വീഡിയോയിലേക്ക് പോകാം. സോ ഞാൻ പോകാം, ഐ ഷാൽ ഗോ. ഞങ്ങൾ പോകാം, വി ഷാൽ ഗോ. ഞാൻ നാളെ വരാം, ഐ ഷാൽ കം ടുമോറോ. ഞങ്ങൾ 5 മിനിറ്റ് കഴിഞ്ഞ് വരാം, വി ഷാൽ കം 5 മിനിറ്റ്സ് ലേറ്റർ. ഞങ്ങൾ 2 ദിവസം കഴിഞ്ഞ് വരാം, വി ഷാൽ കം 2 ഡേയ്സ് ലേറ്റർ. ഞങ്ങൾ കൊണ്ടുവരാം, വി ഷാൽ ബ്രിങ് ദ ഫീ ടുമോറോ. ഞങ്ങൾ കൊണ്ടുവരാമെന്നല്ല, ഞങ്ങൾ ഫീസ് നാളെ കൊണ്ടുവരാം എന്നുള്ളൊരു സെൻറ്റൻസ് ആകുമ്പോൾ അത് വരിക വി ഷാൽ ബ്രിങ് ദ ഫീ ടുമോറോ. ഞാൻ കാശ് പിന്നെ തരാം, വി ഷാൽ പേ യു ലേറ്റർ. ഞങ്ങൾ ബാക്കി പൈസ അടുത്ത ആഴ്ച തരാം, വി ഷാൽ പേ ദ ബാലൻസ് എമൗണ്ട് നെക്സ്റ്റ് വീക്ക്. ഞങ്ങൾ നിന്നെ സഹായിക്കാം, വി ഷാൽ ഹെൽപ്പ് യു. ഞാൻ താങ്കളെ ബസ് സ്റ്റാൻഡിൽ കാത്തു നിൽക്കാം, ഐ ഷാൽ വെയിറ്റ് ഫോർ യു അറ്റ് ദ ബസ് സ്റ്റാൻഡ്. ഞാൻ താങ്കളുടെ ടിക്കറ്റ് എടുത്തോളാം, ഐ ഷാൽ ടേക്ക് യുവർ ടിക്കറ്റ്. ഞാൻ താങ്കളുടെ ബില്ല് കൊടുത്തോളാം. നമ്മൾ ഒരു ഓഫറായിട്ട് നമ്മൾ പറയല്ലേ, യൂഷ്വലി മലയാളീസ് ഏത് സാഹചര്യത്തിലും ഏകദേശം അങ്ങനെയാണ്. നമ്മൾ എന്താ പറയുക, നമ്മുടെ കൂടെ ഒരാൾ വന്നിട്ടുണ്ടെങ്കിൽ നമ്മളാണ് ഒബ്വിയസ്ലി അവരുടെ ബില്ല് കൊടുക്കാം അല്ലെങ്കിൽ ടിക്കറ്റ് എടുക്കാം എന്നൊക്കെ പറയാം. അപ്പം ആ ഒരു സാഹചര്യത്തിൽ നമുക്ക് പറയാൻ പറ്റുന്ന സെൻറ്റൻസ് ആണ് ഐ ഷാൽ പേ യുവർ ബിൽ. ഞാനിത് പോയിട്ട് വരുന്ന വഴി എടുത്തുകൊണ്ട് പോയിക്കോളാം. ഒരാളോട് ഒരു സാധനം നമ്മൾ ഇപ്പോൾ ഒരു കടയിലൊക്കെ ഏൽപ്പിക്കുകയാണ്, എന്നിട്ട് അവരോട് പറയാണ് ഞാൻ പോയിട്ട് വരാം, പോയിട്ട് വരുന്ന വഴി ഇതെടുത്തോളാം കേട്ടോ എന്ന് നമ്മൾ പറയില്ലേ സാധാരണ, ആ രീതിയിൽ പറയുന്ന സെൻറ്റൻസാണ് ഐ ഷാൽ ടേക്ക് ഇറ്റ് ഓൺ മൈ വേ ബാക്ക്. ഞാനിത് കുറച്ച് സമയം കഴിഞ്ഞ് എടുത്തോളാം, ഐ ഷാൽ ടേക്ക് ഇറ്റ് സം ടൈം ലേറ്റർ. ഞാൻ രാത്രി നിങ്ങളെ വിളിക്കാം, ഐ ഷാൽ കോൾ യു ടുനൈറ്റ്. അവിടെ എത്തിയാലുടൻ ഞാൻ താങ്കളെ വിളിക്കാം. നമ്മൾ എവിടെയെങ്കിലും പോകാൻ പുറപ്പെടുന്ന ഒരാളോട് ഉറപ്പായിട്ടും നമ്മൾ പറയുന്ന ഒരു കാര്യമാണ് എത്തിയാലുടനെ വിളിക്കണം കേട്ടോ എന്നൊക്കെ. അപ്പോൾ അവരിങ്ങോട്ട് തിരിച്ച് പറയും ഉറപ്പായിട്ടും ഞങ്ങൾ എത്തിയാലുടനെ വിളിക്കാം. ആ ഒരു സെൻറ്റൻസ് എങ്ങനെയാണ് ഇംഗ്ലീഷിൽ പറയുക? ഐ ഷാൽ കോൾ യു സൂൺ ആഫ്റ്റർ. സൂൺ ആഫ്റ്റർ എന്നുള്ളതാണ് നമ്മൾ എത്തിയാൽ ഉടനെ എന്നുള്ളൊരു എക്സ്പ്രഷന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ഇംഗ്ലീഷിലെ വേർഡ്. സോ ഞാൻ നാളെ തിരിച്ചു വരും, ഐ ഷാൽ റിട്ടേൺ ടുമോറോ. നമുക്ക് ഈ പ്രശ്നം പരിഹരിക്കാം, വി ഷാൽ ഓവർകം ദിസ് പ്രോബ്ലം. പരിഹരിക്കാം എന്ന് പറയുമ്പോൾ സൊല്യൂഷൻ കാണാം എന്നുള്ള രീതിയിലല്ല, പക്ഷേ നമുക്കിത് പരിഹരിക്കാൻ പറ്റും എന്നുള്ളൊരു പ്രതീക്ഷ കൊടുക്കൂലേ, അങ്ങനെ നമ്മൾ ഉപയോഗിക്കുന്നതാണ് കേട്ടോ ഷാല്. അല്ലെങ്കിൽ ഒരു കൺഫർമേഷനായിട്ട് ഇത് പരിഹരിക്കാൻ പറ്റും എന്നുള്ളതാണെങ്കിൽ നമ്മളവിടെ വില്ലാണ് ഉപയോഗിക്കുന്നത്, വി വിൽ ഓവർകം ദിസ് പ്രോബ്ലം എന്നാണ് ഉപയോഗിക്കുക. പക്ഷെ ഇത് നമ്മളൊരു എന്താ പറയുക, നമ്മളൊരു പ്രതീക്ഷ കൊടുക്കുക, നമുക്ക് പറ്റും എന്നുള്ളൊരു പ്രതീക്ഷ കൊടുക്കുന്ന സ്ഥലത്താണ് നമ്മൾ വി ഷാൽ ഓവർകം ദിസ് പ്രോബ്ലം എന്നുള്ളത് പറയുക. നിനക്ക് അർഹതയുള്ളത് ലഭിക്കും.
യു ഷാൽ ഹാവ് വാട്ട് യു ഡിസേർവ്. അവൻ തൻ്റെ കുറ്റത്തിന് ശിക്ഷ നേടും. ഹി ഷാൽ ബി പണിഷ്ഡ് ഫോർ ഹിസ് ക്രൈം. ഇനി ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ സജഷൻസിന് വേണ്ടി ഈ ഷാൽ ഉപയോഗിച്ച് നമ്മൾ എങ്ങനെയാണ് ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ സജഷൻസ് ഉപയോഗിക്കുക എന്നുള്ളതാണ് കാണുക. ഇത്രയും നേരം നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് ഷാൽ വെച്ചിട്ടുള്ള സാധാരണയായിട്ടുള്ള സെൻറ്റൻസ് ആണ്. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ക്വസ്റ്റ്യൻസ് അല്ലെങ്കിൽ സജഷൻസിന് വേണ്ടി ഷാൽ എങ്ങനെയാണ് ഉപയോഗിക്കുക എന്നുള്ളതാണ്. നിങ്ങൾക്കറിയാം, ക്വസ്റ്റ്യൻ മേക്ക് ചെയ്യുന്ന സമയത്ത് ഏത് ഓക്സിലറി വെർബാണോ അത് സെൻറ്റൻസിന് ഫസ്റ്റ് ഉപയോഗിക്കും, പിന്നീടാണ് നമ്മൾ സബ്ജക്റ്റും വെർബും ഉപയോഗിക്കുക. ഇവിടെ ആ രീതിയിൽ എങ്ങനെയാണ് ക്വസ്റ്റ്യൻസ് മേക്ക് ചെയ്യുക എന്നുള്ളതും ഷാൽ ഉപയോഗിച്ചിട്ട് ഏത് രീതിയിലാണ് ക്വസ്റ്റ്യൻസ് വരിക എന്നുള്ളതും നോക്കാം. ഞങ്ങൾ പോയിക്കോട്ടെ, ഷാൽ വി ഗോ. നിങ്ങൾക്ക് കാണാം ഷാൽ ഫസ്റ്റ് ഉപയോഗിച്ചിരിക്കുന്നു. ഷാലിൻ്റെ മോഡൽ ഓക്സിലറി നമ്മൾ ഫസ്റ്റ് ഉപയോഗിച്ചിട്ടുണ്ട്. പിന്നെ അതിലെ സബ്ജക്റ്റായ വി, പിന്നെ ഗോ എന്നുള്ള വെർബ്. ഞങ്ങൾ പുസ്തകങ്ങൾ ഇവിടെ വെച്ചോട്ടെ, ഷാൽ വി കീപ്പ് അവർ ബുക്സ് ഹിയർ. ഞാൻ ജനൽ തുറക്കട്ടെ, ഷാൽ ഐ ഓപ്പൺ ദ വിൻഡോ. നമുക്ക് നടക്കാൻ പോയാലോ, ഷാൽ വി ഗോ ഫോർ എ വാക്ക്. ഇത് സാധാരണ രീതിയിൽ നമ്മൾ ഷാൽ ഉപയോഗിക്കുമ്പോൾ എപ്പോഴും നമ്മൾ സെൻറ്റൻസിൽ ഉപയോഗിക്കാറുള്ളതാണ്. അതായത് ഒരു പെർമിഷൻ ചോദിക്കുകയാണ്, നമുക്ക് പോയാലോ ചെയ്താലോ അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് നമ്മളെപ്പോഴും ഷാൽ വി ആണ് ഉപയോഗിക്കുക. അതുപോലെ തന്നെ ഇവിടെ ഇത് പറയുമ്പോൾ ഇമ്പോർട്ടൻ്റ് ആയ കാര്യമാണ് നമ്മൾ ലെറ്റ്സ് ചേർത്തിട്ടുള്ള സെൻറ്റൻസ്. അതാണ് ലെറ്റ്സ് ഗോ ഫോർ എ വാക്ക്. അതിൻ്റെ ക്വസ്റ്റ്യൻ ടാഗ് വരുന്ന സമയത്ത് അതെപ്പോഴും ഷാലിലായിരിക്കും ആരംഭിക്കുക. ക്വസ്റ്റ്യൻ ടാഗ് PSC എക്സാമിനൊക്കെ വളരെ ഇമ്പോർട്ടൻ്റ് ആയ കാര്യമാണ്, അതുകൊണ്ട് ഒന്ന് മെൻഷൻ ചെയ്തു എന്നുള്ളൂ. ലെറ്റ്സ് ഗോ ഫോർ എ വാക്ക്, ഷാൽ വി എന്നുള്ളതാണ് അതിൻ്റെ ക്വസ്റ്റ്യൻ ടാഗായിട്ട് വരിക. ലെറ്റ്സ് വെച്ചിട്ടുള്ള സെൻറ്റൻസുകളുടെ ടാഗ് വരുന്ന സമയത്ത് ഷാലാണ് ഉപയോഗിക്കുക. സോ ഞാൻ അതിൽ നിന്ന് സഹായിക്കട്ടെ, ഷാൽ ഐ ഹെൽപ്പ് യു വിത്ത് ദാറ്റ്. നമുക്കിപ്പോൾ മീറ്റിംഗ് ആരംഭിക്കാമോ, ഷാൽ വി സ്റ്റാർട്ട് ദ മീറ്റിംഗ് നൗ. ഒരു മീറ്റിംഗ് ഒക്കെ നടക്കുന്നതിന് മുന്നേ ആയിട്ട് നമ്മൾ അവിടെ വന്നിട്ടുള്ള ആൾക്കാരുടെ ഒരു പെർമിഷൻ അല്ലെങ്കിൽ ഒരു സജഷൻസ് ചോദിക്കുന്ന സമയത്ത് ഈ രീതിയിലാണ് ചോദിക്കാൻ പറ്റുക. ഷാൽ വി സ്റ്റാർട്ട് ദ മീറ്റിംഗ് നൗ. ഞാൻ നിനക്ക് വേണ്ടി അവനെ വിളിക്കട്ടെ, ഷാൽ ഐ കോൾ ഹിം ഫോർ യു. നമുക്കിന്ന് രാത്രി ഒരു സിനിമ കാണാമോ, ഷാൽ വി വാച്ച് എ ഫിലിം ടുനൈറ്റ്. ഞാൻ നിൻ്റെ ബാഗ് എടുക്കട്ടെ എന്ന് പറയുന്ന സമയത്ത് ജസ്റ്റ് അവിടെ നിന്ന് എടുക്കട്ടെ എന്നല്ല, ഞാനത് നിനക്ക് വേണ്ടി എടുത്തുകൊണ്ട് വരട്ടെ എന്നുള്ള മീനിങ് ആകുമ്പോൾ ഷാൽ ഐ ക്യാരി യുവർ ബാഗ്. ഞാൻ നിനക്ക് വേണ്ടിയിട്ട് നിൻ്റെ ബാഗ് എടുത്തുകൊണ്ട് ഇവിടേക്ക് വന്നോട്ടെ, ഷാൽ ഐ ക്യാരി യുവർ ബാഗ്. ഞാൻ നിൻ്റെ സ്റ്റേഷനിൽ കൊണ്ടുവിടട്ടെ എന്നാണ്. സ്റ്റേഷനിൽ കൊണ്ടുവിടട്ടെ എന്നാകുമ്പോൾ ഷാൽ ഐ ഡ്രോപ്പ് യു അറ്റ് ദ സ്റ്റേഷൻ. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത്, ഇത്രയും നേരം നമ്മൾ ഷാൽ വെച്ചിട്ടുള്ള സെൻറ്റൻസ് കണ്ടു, ഷാൽ ഉപയോഗിച്ചിട്ട് എങ്ങനെയാണ് ക്വസ്റ്റ്യൻ മേക്കിംഗ് എന്നുള്ളത് കണ്ടു. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് ഷുഡിൻ്റെ യൂസേജസ് ആണ്. സെൻറ്റൻസിൽ ഷുഡ് എങ്ങനെയാണ് ഉപയോഗിക്കുക എന്നുള്ളതാണ്. ഷുഡിൻ്റെ കാര്യം പറയുമ്പോൾ നമ്മൾ ഒരാളോട് നിങ്ങൾ ഒരു ഇൻസ്ട്രക്ഷൻ അല്ലെങ്കിൽ അഡ്വൈസ് ഒക്കെ കൊടുക്കുക അല്ലെങ്കിൽ സജഷൻ ഒക്കെ കൊടുക്കുന്ന സമയത്താണ് നമ്മൾ പ്രധാനമായിട്ടും ഷുഡ് യൂസ് ചെയ്യുക. ഇവിടെ നമുക്ക് നോക്കുകയാണെങ്കിൽ നീ ആരോഗ്യകരമായ ആഹാരം കഴിക്കണം. അത് ഏത് രീതിയിലാവാം. ചിലപ്പോൾ ഒരു ഡോക്ടറാണ് പറയുന്നതെങ്കിൽ അദ്ദേഹം എന്താണ് അതൊരു ഇൻസ്ട്രക്ഷനായിട്ട് തരുന്നതാവാം. പക്ഷെ നമ്മളൊരു ഫ്രണ്ടിനോട് പറയുന്ന സമയമാണെങ്കിൽ അതൊരു നമ്മൾ അവരെ കൺസേൺ ചെയ്തിട്ട് നമുക്ക് അവരൊരു സജഷൻ അല്ലെങ്കിൽ അവരുടെ ഹെൽത്ത് ഡിപ്പെൻഡ് ചെയ്ത് നമ്മൾ കൊടുക്കുന്ന ഒരു കാര്യമാവാം. സോ അങ്ങനെ വരുന്ന സമയത്ത് നമ്മൾ ഉപയോഗിക്കുന്നത് ഷുഡാണ്. യു ഷുഡ് ഈറ്റ് ഹെൽത്തി ഫുഡ്. നിങ്ങൾ കുറച്ച് വിശ്രമം എടുക്കണം. യു ഷുഡ് ടേക്ക് സം റെസ്റ്റ്. നിങ്ങൾ ഓരോ ദിവസവും കൂടുതൽ വെള്ളം കുടിക്കണം. യു ഷുഡ് ഡ്രിങ്ക് മോർ വാട്ടർ എവറി ഡേ. വിദ്യാർത്ഥികൾ അവരുടെ അധ്യാപകരെ ബഹുമാനിക്കണം. സ്റ്റുഡൻസ് ഷുഡ് റെസ്പെക്റ്റ് യുവർ ടീച്ചേഴ്സ്. നമ്മൾ എന്തായാലും ഡോക്ടറുടെ അടുത്ത് പോകണം. വി ഷുഡ് ഗോ ടു ദ ഡോക്ടർ. നിങ്ങൾ ആ വയർ തുടരരുത്. അതൊക്കെ ഒരു ഇൻസ്ട്രക്ഷൻ പറയുന്നതാണ്. അത് ഏത് രീതിയിലാണ് പറയുക? യു ഷുഡ് നോട്ട് ടച്ച് ദ വയർ. നമുക്ക് ഷുഡ് ഉപയോഗിച്ചിട്ട് എങ്ങനെ ക്വസ്റ്റ്യൻസ് ചോദിക്കാം എന്നുള്ളത് നോക്കാം. ഞാൻ വരണോ? ഷുഡ് ഐ കം? ഞാൻ അത്രയും നേരത്തെ വരണോ? ഷുഡ് ഐ കം സോ ഏർലി? നമ്മൾ ഇത്രയും നേരത്തെ പുറപ്പെടണോ? ഷുഡ് വി സ്റ്റാർട്ട് സോ ഏർലി?
ഞാൻ അയാളോട് പ്രത്യേകിച്ച് എന്തെങ്കിലും പറയണോ? ഷുഡ് ഐ ടെൽ ഹിം എനിത്തിങ് പെർട്ടിക്കുലർ? ഞാൻ 5:30 ശേഷം നിങ്ങളെ കാത്തു നിൽക്കണോ? ഷുഡ് ഐ വെയിറ്റ് ഫോർ യു ആഫ്റ്റർ 5:30? ഞാൻ ഫുൾ ടിക്കറ്റ് എടുക്കണോ? ഷുഡ് ഐ ടേക്ക് ഫുൾ ടിക്കറ്റ്? ഞാൻ എപ്പോഴാണ് വരേണ്ടത്? ഇവിടെ നമുക്ക് കാണാം ഇതുവരെ ഡിസ്കസ് ചെയ്ത സെൻറ്റൻസിനെ കഴിഞ്ഞും പ്രത്യേകമായിട്ട് ഇവിടെ എപ്പോഴാണ്, അതായത് ഒരു ക്വസ്റ്റ്യൻ വേർഡ് അവർ ഉപയോഗിച്ചിട്ടുണ്ട്. ക്വസ്റ്റ്യൻ വേർഡ് സെൻറ്റൻസിൽ വരുന്ന സമയത്ത് ഏതാണോ ക്വസ്റ്റ്യൻ വേർഡ് അത് ആദ്യം ഉപയോഗിക്കുക. പിന്നെ നമ്മൾ ഓക്സിലറി വെർബ് അല്ലെങ്കിൽ മോഡൽ ഓക്സിലറി ഏതാണോ വരുന്നത് അത് ഉപയോഗിക്കുക. അതിനുശേഷം സബ്ജക്റ്റ് പിന്നെ വെർബ്. ആ രീതിയിലാണ് നമ്മൾ ക്വസ്റ്റ്യൻ ക്രിയേറ്റ് ചെയ്യേണ്ടത്. അപ്പം ഞാൻ എപ്പോഴാണ് വരേണ്ടത് എന്നെങ്ങനെയാണ് ഇംഗ്ലീഷിൽ ചോദിക്കുക? വെൻ ഷുഡ് ഐ കം? ഞാൻ താങ്കളെ എവിടെയാണ് കാത്തു നിൽക്കേണ്ടത്? വേർ ഷുഡ് ഐ വെയിറ്റ് ഫോർ യു? ഞാൻ താങ്കളെ എത്ര മണിക്കാണ് വിളിക്കേണ്ടത്? വാട്ട് ടൈം ഷുഡ് ഐ കോൾ യു? നമ്മൾ എത്ര സമയം അയാളെ കാത്തു നിൽക്കണം? ഹൗ ലോങ് ഷുഡ് വി വെയിറ്റ് ഫോർ ഹിം? ഞാൻ എന്ത് പറയണം? വാട്ട് ഷുഡ് ഐ സേ? ഇനി നമ്മൾ നോക്കുന്ന ഈ സെൻറ്റൻസ് എന്ന് പറയുന്നത് ഷുഡ് ഹാവ് ഉപയോഗിച്ചിട്ടുള്ള സെൻറ്റൻസ് ആണ്. അതായത് ഓൾറെഡി കഴിഞ്ഞു, പക്ഷെ നമ്മൾ അതെന്തായിരുന്നു, ഒന്നും കൂടി ശ്രമിച്ചിരുന്നെങ്കിൽ ബെറ്റർ ആക്കാമായിരുന്നു, ഒന്നും കൂടി ചെയ്യേണ്ടിയിരുന്നു എന്നൊരു ഫീലിംഗ് നമുക്ക് വരില്ലേ? ആ സമയത്താണ് നമ്മൾ കൂടുതലായിട്ട് ഷുഡ് ഹാവ് യൂസ് ചെയ്യുക. ഇവിടെ നമുക്ക് നോക്കാം. ഞാൻ കുറച്ചുകൂടി നന്നായി പഠിക്കേണ്ടിയിരുന്നു. അതായത് ഓൾറെഡി എക്സാമൊക്കെ കഴിഞ്ഞു, മാർക്ക് കുറച്ച് ലെസ്സാണ്. അപ്പോൾ നമുക്ക് ഒബിയസ്ലി ആ ഒരു ചിന്ത നമ്മുടെ മൈൻഡിലേക്ക് വരും. കുറച്ചും കൂടി നന്നായി പഠിക്കേണ്ടിയിരുന്നു. എങ്ങനെയാണ് പറയാം? ഐ ഷുഡ് ഹാവ് സ്റ്റഡീഡ് ഹാർഡർ. ഇവിടെ ഷുഡ് ഹാവിന് ശേഷം ശ്രദ്ധിച്ചാൽ അറിയാം വെർബിൻ്റെ V3 ഫോമാണ് നമ്മൾ ഷുഡ് ഹാവിന് ശേഷം ഉപയോഗിക്കേണ്ടത്. അവൾ എന്നെ ഫോൺ വിളിക്കേണ്ടിയിരുന്നു. ഷി ഷുഡ് ഹാവ് കോൾ മീ. നമ്മൾ നേരത്തെ പുറപ്പെടേണ്ടിയിരുന്നു. വി ഷുഡ് ഹാവ് ലെഫ്റ്റ് ബിഫോർ. സോ നമ്മൾ ഇന്ന് വീഡിയോയിൽ ഷാല്, അതുപോലെ തന്നെ ഷുഡ് ഹാവ്, ഷാല് വെച്ചിട്ടുള്ള സെൻറ്റൻസുകൾ, അതുപോലെ തന്നെ ഷാല് വെച്ചിട്ട് എങ്ങനെ ക്വസ്റ്റ്യൻ മേക്കിംഗ്, ഷുഡ് വെച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ മേക്കിംഗ്, അത് കഴിഞ്ഞിട്ട് ഷുഡ് ഹാവ് വെച്ചിട്ടുള്ള എക്സ്പ്രഷൻസ്, ഇത്രയും കാര്യമാണ് വീഡിയോയിൽ ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. സുഖമായിട്ട് ഈ പറഞ്ഞ മോഡൽ ഓക്സിലറീസിൻ്റെ ഉപയോഗം നമുക്ക് പഠിക്കാൻ വേണ്ടിയിട്ട് സാധിക്കും. അപ്പം വീഡിയോ യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം, അതുപോലെ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക്